നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് കൂടിയാണ് ഇന്ന് തുടക്കമാകുന്നത്. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയമായിരിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ 9 മണിക്ക് സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുക. അതിൽ തന്നെ കേന്ദ്ര വിമർശനങ്ങൾ കാര്യമായി ഉൾക്കൊള്ളിക്കാതെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. മന്ത്രിസഭ അത്തരമൊരു പ്രസംഗത്തിനാണ് അംഗീകാരം നൽകി ഗവർണർക്ക് കൈമാറിയതെന്നാണ് വിവരം. നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചാരണ വിഷയങ്ങളായി UDF ഉയർത്തിക്കാണിച്ച, കോൺഗ്രസ് ഉയർത്തിക്കാണിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രോഗ്രാമുകളുടെ തുടർച്ചയടക്കം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് സൂചന. സാമ്പത്തിക വികസന നയങ്ങളെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നടപടികളും ഈ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കാൻ പോകുന്ന പദ്ധതികളുടെ ഒരു സമഗ്രമായ ചിത്രവും ഈ അവലോകനത്തിൽ ഇടം പിടിച്ചേക്കും. അതോടൊപ്പമാണ് സാമൂഹ്യക്ഷേമവും ക്ഷേമ പെൻഷനുകളും, അതായത് ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ തുടർന്ന് നടപ്പിലാക്കാൻ പോകുന്ന വിശദമായ പദ്ധതികളുടെ വിശദീകരണം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. തൊഴിൽ, വിദ്യാഭ്യാസം, വ്യവസായം, സംസ്ഥാനത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾ, വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്നിവയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടാകും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടും ഉള്ള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന സ്വപ്ന പദ്ധതികളുടെ ഒരു നിക്ഷിപ്ത രൂപവും ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും വരുന്ന 5 വർഷം വി ഡി സതീശൻ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന സ്വപ്ന പദ്ധതികളുടെ, വികസന തുടർച്ചകളുടെ, സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഒരു സമഗ്രമായ ചിത്രം ഗവർണറുടെ പ്രസംഗത്തിൽ ഇടം പിടിക്കും. രാവിലെ 9 മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. MLA-മാർക്ക് മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ, വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെയായി സഭയിലേക്ക്, MLA ഹോസ്റ്റലിലേക്കൊക്കെ എത്തുന്നുണ്ട്. അവരൊക്കെ കൃത്യമായ സമയത്ത് ഇവിടേക്ക് എത്തും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 9 മണിക്ക് സഭയിൽ എത്തുന്ന തരത്തിൽ ആണ് ഈ ക്രമീകരണങ്ങൾ ലോക്ഭവനിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും നയപ്രഖ്യാപന പ്രസംഗം, വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന കാര്യം കേരളം ഉറ്റുനോക്കുകയാണ്, കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ദിരാ ഗ്യാരണ്ടി, സ്ത്രീകൾക്ക് അടക്കം ബസ്സുകളിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷനുകൾ, ഒപ്പം ഇത് മാത്രമല്ല ബിരുദധാരികൾക്കുള്ള പണം വിതരണം, ഇതടക്കം നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ നമ്മൾ കാത്തിരുന്നു കാണേണ്ടത്?